ട്രയാങ്കിൾസ്. സോ 8ാം ക്ലാസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, കുഴപ്പമില്ല, ഓക്കെ ആണ്, പഠിച്ചെടുക്കാൻ പറ്റും, കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, 2 or 3 പേജ് മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൂ അല്ലെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തിയ സമയത്തോ കുറച്ചൊരു പ്രശ്നക്കാരനായിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്, സെക്കൻഡ് ചാപ്റ്റർ മിസ്സേ പഠിക്കാൻ പറ്റുന്നില്ല, സെറ്റ് ആവുന്നില്ല, ഓക്കെ ആവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരുപാട് പരാതികളാണ്. അങ്ങനെയെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ഭയങ്കര ടഫാന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം അതിൽ പഠിക്കാനുള്ളത് എന്താണ് ഈ ഈക്വൽ ട്രയാങ്കിൾ. ഈ പേര് പോലെ തന്നെ എന്താണ് ഈക്വൽ ട്രയാങ്കിൾ എന്നുള്ളതാണ്. അതായത് ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇനി ഇത് വേറൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് വേറൊരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിളിന്റെ മുകളിൽ മിസ് അടുത്ത ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചു. അപ്പൊ നോക്കിയേ, ഒരുപോലെ അല്ലെ, സയാമീസ് ഇരട്ടകളെ പോലെ ഒരുപോലെ 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 കിടക്കുന്നു. അങ്ങനെ ഒരുപോലെ 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 ഉള്ളവന്മാരാണ് എന്ത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡ് ഇതിന്റെ ഒരു സൈഡിന് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ മറ്റേ സൈഡ് മറ്റേ സൈഡിന് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ താഴത്തെ സൈഡ് അടുത്ത താഴത്തെ സൈഡിന് ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഇതിന്റെ 3 സൈഡ് ഇതിന്റെ 3 സൈഡിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിൾസ് നോക്കുകയാണെങ്കിലോ ഇതിന്റെ 3 ആംഗിൾസ് ഇതിന്റെ 3 ആംഗിൾസിന് ഈക്വൽ ആയിരിക്കും. സോ 3 ആംഗിൾസും 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് എന്ത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ചില കുട്ടികൾ വിചാരിക്കും എന്ത്, അങ്ങനെയെങ്കിൽ മിസ് ചെയ്താ ചില കുട്ടികൾ വിചാരിക്കും എന്താ അറിയോ, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 3 സൈഡ്സും 3 3 3 അല്ലെങ്കിൽ 3 സൈഡ്സും 5 5 5 അല്ലെങ്കിൽ 3 സൈഡ്സും 6 6 6 അങ്ങനെ 3 സൈഡ് ഈക്വൽ. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സൈഡ് 6 ആണെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡും 6 ആയിരിക്കും. ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് 5 ആണെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് 5 ആയിരിക്കും. ഇതിന്റെ ഏതോ ഒരു സൈഡ് 10 ആണെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് 10 ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാണ് ഇവൻ 30 ഡിഗ്രി ആണെന്ന്, അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒന്ന് 30 ഡിഗ്രി ആയിരിക്കും. ഞാൻ പറയാണ് ഇവൻ 50 ഡിഗ്രി ആണ്, അപ്പൊ എന്തായിരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ പറയാണ് നോക്ക്, ഇത് 100 ഡിഗ്രി ആണ്, ഇത് 100 ഒന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു, ഇതും 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും 3 സൈഡ്സും 3 ആംഗിൾസും ഇതിന്റെ 3 സൈഡ്സിനും 3 ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ അവന്മാരാണ് എന്ത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിനുണ്ടല്ലോ ഈ 3 സൈഡ്സും 3 ആംഗിളും ഒന്നും തന്നിട്ട് ചോദിക്കൂല നിങ്ങളോട്. പക്ഷെ ചോദിക്കുക എങ്ങനെയാണ്, ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണോ അല്ലയോ എന്നാണ് ചോദിക്കുക. പക്ഷെ എന്ത് തരില്ല, ഇത്രയും അളവുകളൊന്നും തരൂല. നമുക്ക് എന്താ തരാ, വെറും 3 അളവുകളെ തരുള്ളൂ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 3 അളവുകൾ തരും, ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു 3 അളവുകൾ തരും. ആ 3 അളവുകൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ മുകളിൽ ഇവൻ വെച്ചാൽ ഈക്വൽ ആവോ എന്നുള്ളത്. നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ആ 2 ട്രയാങ്കിളിനെയും മുറിച്ചെടുത്തിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒരുപോലെയാണോ ഈക്വൽ ആണോ നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, വേറെ എന്തെങ്കിലും ഒരു മാർഗം വേണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ 3 റൂൾസ് ആണ് അതിന് പഠിക്കുന്നത്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് SSS റൂൾ ആണ്. SSS റൂൾ. ഓക്കെ, ഈ പേര് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കാൻ. അതായത് ഒന്നുമില്ല, 2 ട്രയാങ്കിൾസ് വരച്ചു. മിസ് 2 ട്രയാങ്കിൾ വരയ്ക്കുകയാണെ, ഇതുപോലെ 2 ട്രയാങ്കിൾ വരച്ചു. ആ 2 ട്രയാങ്കിളിൽ ഇതിന്റെ ഒരു വശം 5 ആണ്, ഇതിന്റെ ഏതോ ഒരു വശം 5 ആണ്, ഇതിന്റെ ഒരു വശം 10 ആണ്, ഇതിന്റെ ഏതോ ഒരു വശം 10 ആണ്, ഇതിന്റെ ഒരു വശം 3 ആണ്, ഇതിന്റെ ഏതോ ഒരു വശം 3 ആണ്. അതായത് ഇതിന്റെ 3 വശങ്ങൾക്ക് ഇതിന്റെ 3 വശങ്ങൾ ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവന്മാർ എന്താണെന്ന് പറയാം, ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് പറയാം. ഇതിന്റെ ആംഗിൾസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേ വേണ്ട. ഇതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, അവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ എന്ത് കിട്ടും, അതൊരുപോലെ ആയിരിക്കും, സയാമീസ് ഇരട്ടകൾ പോലെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, ഒന്നാമത്തെ റൂള്, ഒന്നിന്റെ 3 സൈഡ്സ് മറ്റതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അടുത്ത റൂൾ മിസ് പറഞ്ഞിട്ടെ. അടുത്ത റൂളാണ് ASA റൂൾ. അടുത്ത എന്താണ്, ASA റൂൾ. അതായത് മിസ് ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരച്ചു, മറ്റൊരു ട്രയാങ്കിളും വരച്ചു. ഓക്കെ, മറ്റൊരു ട്രയാങ്കിളും വരച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഒരറ്റത്ത് 30 ഡിഗ്രി ആണ്, ഇതിന്റെ ഒരറ്റത്ത് 50 ഡിഗ്രി ആണ്. ഇതിലും ഏതോ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഒരറ്റത്ത്
30 ഡിഗ്രിയാണ്, ഇതിന്റെ ഒരറ്റത്ത് 30 ഡിഗ്രിയാണ്. അതായത് എസ് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് 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 റൂൾ ആണ്. എ എസ് എ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആംഗിള് സൈഡ് ആംഗിള് ആണ്. സൈഡ് ആംഗിള്. ഓക്കെ, അതായത് ഒരു സൈഡും നോക്ക്, ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിളും, ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിളും നോക്ക്, ഇതിന്റെ ഒരു സൈഡും അതിന്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിള് മറ്റേ ത്രികോണത്തിന്റെ ഒരു സൈഡിനും അതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവന്മാർ ഈക്വൽ ട്രയാങ്കിളാ. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വലി ഒരുപോലെയുള്ള സയാമീസ് ഇരട്ടകളെ കിട്ടും. ഓക്കെ, സയാമീസ് ഇരട്ടകളെ കിട്ടും. യെസ്. ഇനി രണ്ടെണ്ണം നമ്മൾ പഠിച്ചേ. ഒന്ന് മൂന്ന് സൈഡ്സിന് ഈക്വൽ ആയാലും നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ഒരു സൈഡും അതിന്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിൾസും നമ്മളുടെ അടുത്ത ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ എൻഡിലുള്ള ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. മൂന്നാമത്തെ ആളാണ് മിസ് പറയാൻ പോകുന്നത് എസ് എ എസ് റൂൾ. സിമ്പിൾ ആയല്ലോ. എസ് എസ് എസ്, എസ് എ, എസ് എ എസ്. എന്തായിരിക്കും എസ് എ എസ് എന്ന് പറയുന്നത്? സൈഡ് ആംഗിള് സൈഡ്. ഓക്കെ, സൈഡ് ആംഗിള് സൈഡ്. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഈ കോഡൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇത് കാണാതെ ഈ എന്താണ് എസ് എസ് എസ്, എസ് എ എസ്, എ എസ് എ എന്നൊന്നും കാണാതെ പഠിച്ചൊന്നും വെക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെക്കാൻ ഒരു മാർഗം, അത്രയേ ഉള്ളൂ. അതായത് എന്താണ്? സൈഡ് ആംഗിള് സൈഡ്. നമ്മളുടെ പേര് പോലെ തന്നെ ആയിരിക്കും. മിസ് എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിള്, രണ്ടാമത്തെ ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഈ സൈഡ് 10 ഈ സൈഡ് 15. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ്? ഈ സൈഡ് 10 ഈ സൈഡ് 15. ഇവന്റെ ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇവന്മാർ രണ്ടാളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതായത് നമ്മൾ പറയാ ഇതിന്റെ രണ്ട് സൈഡും അവന്റെ ഇടയിലുള്ള ആംഗിളും രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും പോയോ? ഇല്ല. രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും ഇവന്റെ രണ്ട് സൈഡിനും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ 3 ആളാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയായിരുന്നു? 3 ആൾക്കാരെ നമ്മൾ പറഞ്ഞു. എസ് എസ് എസ്. നമുക്കറിയാം എന്താണ് ഈക്വൽ ട്രയാങ്കിൾ? ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ചാൽ സയാമീസ് ഇരട്ടകളെ പോലെ തോന്നുന്നതാണ് അല്ലെ. 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ സയാമീസ് ഇരട്ടല്ല, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആ ഈക്വൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും 3 ആംഗിൾസും ഒന്നും നിങ്ങൾക്ക് തരൂല. ആകെ എന്തേ തരുള്ളൂ? 3 മെഷർമെന്റ്സ്, 3 അളവുകൾ മാത്രമേ തരുള്ളൂ. ആ അളവുകൾ വെച്ചിട്ട് പറയണം നമ്മൾ എന്ത്? ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കോ, ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കോ എന്ന് പറയണം. എങ്ങനെയാ പറയാ? അത് 3 ആളെ വെച്ചിട്ട് പറയാം. എങ്ങനെയാ പറയാ? ഒന്നാമത്തത് എസ് എസ് എസ്, ഒന്നിന്റെ 3 സൈഡ് മറ്റതിന്റെ 3 സൈഡിന് ഈക്വൽ ആണെങ്കിൽ. അടുത്ത എന്തായിരുന്നു? എ എസ് എ, അതായത് ഒരു സൈഡും അതിന്റെ രണ്ട് അറ്റത്തുമുള്ള ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം. ഇനി എന്താ? എസ് എ എസ് റൂൾ. അതായത് എന്താണ്? രണ്ട് സൈഡും അവർക്കിടയിലുള്ള ആംഗിളും അല്ലെ, സൈഡ് സൈഡ് ആംഗിളും. അപ്പൊ എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാവുക എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആണോ നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലെ. ഇതിന്റെ ഏതെങ്കിലും ആംഗിൾ ഇതിന്റെ ഏതെങ്കിലും ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? അതായത് അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എന്താണ്? രണ്ടെണ്ണം ഈക്വൽ ട്രയാങ്കിൾ ആണ്. 2 ഈക്വൽ ട്രയാങ്കിൾ ആണ്. നോക്ക്, 2 ഈക്വൽ ട്രയാങ്കിൾ വരച്ചു. ഈക്വൽ ട്രയാങ്കിളിൽ എപ്പോഴും ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇത് നമുക്ക് 2 ഈക്വൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതും 5 സെന്റിമീറ്റർ ആണ്, ഇതും 5 സെന്റിമീറ്റർ ആണ് എന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ഈ 5ന്റെ എതിരെയുള്ള ഈ ആംഗിളും ഈ 5ന്റെ എതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 2 ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. 2 ഈക്വൽ ട്രയാങ്കിൾ വരച്ചു. കാണാനൊന്നും ഈക്വൽ അല്ല, ഞാൻ വെറുതെ ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ് ഇതിൽ ഇവന്മാർ രണ്ടാളും ഈക്വൽ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിളിന് ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നതും 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് റൈറ്റ് ദോസ് പെയർസ്. അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എഴുതാനാ പറഞ്ഞത്, കോണുകൾ എഴുതാനാ പറഞ്ഞത്. ഈക്വൽ ആയിട്ടുള്ള കോണുകൾ എഴുതണേ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? ഇവൻ ഈക്വൽ ട്രയാങ്കിൾ ആണോ നോക്കണം. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണോ ഇവന്? നിങ്ങൾ നോക്കി. നമുക്കറിയാം ഇവർക്ക്
മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? ഇതെന്ന് പറയുന്നത് 2 ആണ്, ഈ സൈഡ് 4 ആണ്, ഇവൻ 3 ആണ്. ഇവിടെ 2 ആണ്, ഇത് 4 ആണ്, ഇവൻ 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, 2.4 ആണ്, 3 ആണ്, 3.6 ആണ്. ഇവിടെ 3.6 ആണ്, ഇനി 3 ആണ്, ദെൻ 2.4 ആണ്. ആംഗിൾസ് ഒക്കെ നമുക്ക് സൈഡ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് നോക്കി നോക്കി, ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണോ? ഈക്വൽ ട്രയാങ്കിൾ ആണോ? നോക്ക്, ഇത് 2 ആണ് അല്ലെ, ഈ സൈഡും എന്താണ്? 2 ആണ്. ഹായ്, ഓരോ സൈഡ് ഈക്വൽ ആയി. ഇനി രണ്ടാമത്തെ സൈഡ്, ഇവൻ 3 ആണ്, ഇവനും എത്ര തന്നെയാണ്? 3 തന്നെ. ഹായ്, രണ്ടാമത്തെ ഈക്വൽ ആയി. ഇനി മൂന്നാമത്തെ നോക്ക്, ഇവൻ 4 ആണ്, ഇവനും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അതായത് എന്താ, ഇതിന്റെ 3 സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ എസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മളുടെ മൈൻഡിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ഇവൻ ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ. നമ്മളുടെ സയാമീസ് ഇരട്ടകളെ പോലുള്ളതാണ്. സയാമീസ് ഇരട്ടകൾക്ക് എന്തായിരിക്കും? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഒക്കെ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഉണ്ട്. ഓറഞ്ച് സൈഡ് നോക്ക്, ഇതും ഈ ഓറഞ്ചും ഈക്വൽ ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എല്ലും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ വൈയും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത നോക്ക്, റോസ് കളറിൽ ഇതും റോസ് 2 ആണ്, ഇതും റോസിന്റെ 2 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇവനും ആംഗിൾ എമ്മും ഈ റോസിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ സെഡും ഈക്വൽ ആയിരിക്കും. ഇനി പച്ച നോക്കി നോക്ക്, പച്ച ഇവിടെയും 3, അതായത് പച്ചക്ക് ഓപ്പോസിറ്റുള്ള ഇവനും ഇവിടെ പച്ചക്ക് ഓപ്പോസിറ്റുള്ള ഇവനും ഈക്വൽ ആയിരിക്കും. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? യെസ്. ഇനി നോക്ക്, ഇത് രണ്ടും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾക്ക് ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് എന്തായാലും ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങളോട് താഴെ കിട്ടിയോ ആൻസർ പറയാമെന്നൊന്നും പറയാൻ പറ്റൂല ഈ ഒരു ചാപ്റ്ററിൽ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ 100% നേടുക കേട്ടോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 100% ആയി എന്ന് മക്കൾക്ക് തോന്നുകയാണെങ്കിൽ 100% നേടുക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ റൈറ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ എന്തോ ആവട്ടെ. എന്താ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇവന്മാരിൽ രണ്ടാളും ഈക്വൽ ആയിട്ടുള്ള സൈഡ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡിൽ നമുക്ക് പറയാൻ പറ്റും BC എന്ന് പറയുന്ന ഈ ഒരു സൈഡ്, ഇവിടെ PR എന്ന് പറയുന്ന ഈ സൈഡിന് ഈക്വൽ ആണ്. 6 എന്ന് ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി 2 ഈക്വൽ സൈഡ്സ് എഴുതണം അല്ലെ. ഈക്വൽ സൈഡ്സ് ഒക്കെ എഴുതണേ നമുക്ക് എന്തറിയണം? ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് അറിയണം. അതിനെന്ത് നോക്കിയാൽ മതി? ഇതിൽ നമ്മൾ 3 റൂളുകൾ SSS, ASA, SAS പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഏതെങ്കിലും ഈക്വൽ ആണോ നോക്ക്. ഒരു സൈഡ് ഈക്വൽ ആണ്, ഇതിന്റെ ഒരു സൈഡ് ഇതിന്റെ ഒരു സൈഡിന് ഈക്വൽ ആണ്. ഈ സൈഡിന്റെ ഈ അറ്റത്തുള്ള ആംഗിളും ഈ സൈഡിന്റെ ഈ അറ്റത്തുള്ള ആംഗിളും ഈക്വൽ ആണ്. നോക്ക്, ഈ സൈഡിന്റെ ഈ അറ്റത്തുള്ള ഈക്വൽ ആണ്. സിമ്പിൾ. അതായത് നമ്മൾ പറഞ്ഞു ഒരു സൈഡും അതിന് 2 എൻഡിലുമുള്ള ആംഗിളും ASA അല്ലെ. നമ്മളുടെ ഒരു സൈഡും അതിന്റെ 2 എൻഡിലുള്ള ആംഗിളും ഇവന്റെ ഒരു സൈഡിനും 2 എൻഡിലുള്ള ആംഗിളിനും ഈക്വൽ ആണ്. എന്താണ്? ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ. ഈക്വൽ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 40 ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡും AB എന്ന് പറയുന്ന സൈഡും ഇവിടെ 40 ഓപ്പോസിറ്റുള്ള PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്ക്, ഇവിടെ 30 ഓപ്പോസിറ്റുള്ള AC എന്ന് പറയുന്ന സൈഡും ഇവിടെ 30 ഓപ്പോസിറ്റുള്ള PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇൻ ഈച്ച് പെയർ ഓഫ് ഗിവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഈക്വൽ ആംഗിൾസ് ആണ് പറയാൻ പറഞ്ഞത്. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഇവരിൽ ആരൊക്കെയാണെന്ന്. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ ആണോ നോക്കണോ അല്ലെ. നമ്മൾ നോക്കി നോക്കാം. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇവനും 5 അല്ലെ. ഇനി അടുത്തത് ഇവൻ 6 ആണ്, ഇവനും 6. ഓക്കെ, ഇനി ഇവർക്കിടയിലുള്ള ഇൻ ബിറ്റ്വീനുള്ള 80 ആണ്, ഇവരുടെയും ഇൻ ബിറ്റ്വീനുള്ള 80 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു SAS 2 സൈഡും ഇൻ ബിറ്റ്വീനുള്ള ആംഗിളും മറ്റതിന്റെ 2 സൈഡിനും ഇൻ ബിറ്റ്വീനുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇവൻ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഈ റോസിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇവിടെ റോസിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ Qവും ഈക്വൽ ആണ്. ഇനി നമ്മളുടെ നീലക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ Bയും ഇവിടെ നീലക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ Pയും ഈക്വൽ ആയിരിക്കും.
സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുപോലെയാണ് മക്കൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തിയറി പഠിച്ചു, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഐസോസ്ലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണങ്ങൾ. നിങ്ങൾ കുറേ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒന്നുകൂടെ ഇവർ ആവർത്തിച്ച് പറയാണ്. അതായത് ഒന്നുമില്ല, നമ്മളുടെ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പറയാണ് രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് നിങ്ങളോട് പറഞ്ഞു ഇതും 30 ഡിഗ്രിയാണ്, ഇവനും 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ എന്താണ്? ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇവനും 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താണ്? ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ്സും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്, അത് നോക്ക്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇതും, അതായത് രണ്ട് സൈഡ്സും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള, രണ്ട് സൈഡ്സും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മളുടെ ഐസോസ്ലസ് ട്രയാങ്കിൾ. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം, കുഞ്ഞു കാര്യം കൂടി മിസ്സിന് പറയാനുണ്ട്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളും നിങ്ങൾക്ക് അറിയുന്നതാ. 3 സൈഡ്സ്, ഇതാ നോക്ക്, 3 സൈഡ്സ്, ഈ സൈഡും 5 ആണ്, ഈ സൈഡും 5 ആണ്, ഈ സൈഡും 5 ആണ്. അപ്പൊ ഇതെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ, സമഭുജ ത്രികോണം. ഇതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഒന്ന് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എൻ്റെ മക്കൾക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇലാബറേറ്റ് ചെയ്തിട്ട് ഇവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഇതിന്റെ തറ സെറ്റാണ് എങ്കിലും നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉഷാറായിട്ട് സെറ്റായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ആരെങ്കിലും നമ്മളുടെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മിസ് തന്നെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഡിഫൈൻ ചെയ്ത് തരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയും സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സൂപ്പർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈവുകളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക. അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ എന്നും ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് NMMS ഒക്കെ എക്സാം വരുന്ന കുട്ടികളാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ ബേസ് ഒക്കെ സെറ്റാക്കി പോവുക മാത്സിൻ്റെതൊക്കെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഒക്കത്തിനും ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ബേസ് മുതലേ സെറ്റായി പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.